മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് കർത്താവിനോട് ആളുകൾ ചോദിക്കുക, നീ എത്ര നാള് ഞങ്ങളെ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? കർത്താവ് പറയാണ് അവരോട്, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത്. ഞാൻ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്, അവൻ എന്നെ അയച്ച കാര്യം ഞാൻ ചെയ്യുകയാണ്. എന്റെ ആടുകളിൽപ്പെട്ടവര് എന്നിൽ വിശ്വസിക്കും, അവർക്ക് നിത്യജീവൻ കൊടുക്കാം, അവരെ ആരും നശിപ്പിക്കുകയില്ല എന്ന് ഈശോ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കുന്നവരും കർത്താവിന്റെ വാക്ക് കേട്ട് അവന്റെ കൂടെ നിൽക്കുന്നവരുമാണ് കർത്താവിന്റെ ആടുകൾ. അവരെ നശിപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ലെന്നാണ് ഈ സുവിശേഷത്തിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും ആരെങ്കിലും നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയിൽ നിന്ന് അകലെ നിൽക്കുകയാണ്. പിശാച് നമ്മയോ നമ്മുടെ കുടുംബത്തെയോ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഈശോയിൽ നിന്ന് അകലെയാണ്. കാരണം ഈശോയുടെ കൂടെ നിൽക്കുന്നവനെ നശിപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ലെന്നാണ് ഈശോനാഥൻ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോയുടെ കൂടെ നിൽക്കണമെങ്കിൽ ആഴത്തിലുള്ള വിശ്വാസമുണ്ടാവണം, ഈശോയുടെ വാക്കുകൾ പ്രവർത്തിക്കണം. അതാണ് ഈശോ ഈ തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോ എന്റെ കൂടെയുണ്ട് എന്നും അവൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നും അവിടുന്ന് എന്നെ കാണുന്നുവെന്നും അവിടുന്ന് എന്റെ ജീവിതത്തെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കുകയില്ലെന്നും ഏത് സങ്കടത്തിന്റെയും നടുവിൽ ഉള്ളിലുള്ള ബോധ്യമാണ് വിശ്വാസം. ഈ വിശ്വാസം നിനക്കുണ്ടോ? ഈ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവിടുത്തെ വാക്കുകൾ നിന്റെ ജീവിതത്തിൽ നീ പാലിക്കണം. തിരുവചനത്തിലൂടെ അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യണം. നിനക്ക് തോന്നിയ വഴിയിലൂടെ അല്ല നീ നടക്കേണ്ടത്. നീ ഈശോയുടെ വഴിയിലൂടെ നടന്നാൽ ഈശോ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വഴി ഈശോയെ കൂടെ നിൽക്കുക, അവനിൽ വിശ്വസിക്കുക, അവൻ പറയുന്ന വാക്കുകൾ ശ്രവിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇല്ലായ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുവാനിടയാകട്ടെ. ഇവരുടെ അധ്വാനങ്ങളെ പ്രാർത്ഥനയാക്കാനുള്ള കൃപ ഇവർക്ക് ഈ ദിവസം ലഭിക്കട്ടെ. ഈശോയെ ഈ ദിവസം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമേ. സങ്കടങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ ആപത്തുകളും അപകടങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ ഇവരിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.